മഴക്കെടുതിയിൽ മുംബൈയിൽ 2 മരണം. വിക്രോളിൽ മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത്. പലയിടത്തും ഗതാഗതത്തെ വെള്ളക്കെട്ട് ബാധിച്ചു. മുംബൈയിൽ റെഡ് അലേർട്ടും താനെയിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മഴക്കെടുതിയിൽ മുംബൈ എന്ന് മനസ്സിലാക്കുന്നു. 2 മരണം ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടാകുന്നു. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഭവ്യ, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിനെല്ലാം ബാധിക്കുന്ന തരത്തിൽ കനത്ത മഴയാണ് മുംബൈയിൽ പെയ്യുന്നത്. മുംബൈയിൽ മാത്രമല്ല, സമീപ ജില്ലകളിലും സമാനമായ രീതിയിൽ കനത്ത മഴയാണ്. പ്രത്യേകിച്ച് സാധാരണ ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ് മുംബൈ. പല താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളം കയറാറുണ്ട്. ഇന്നലെ ഏതാണ്ട് രാത്രി 11 മണി മുതൽ ഇന്ന് പുലർച്ചെ 5 മണി വരെ 200 മില്ലിമീറ്റർ മഴയാണ് മുംബൈയിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും ഈ വെള്ളത്തിനടിയിലാണ്. പ്രത്യേകിച്ച് അന്ധേരിയിലെയും നവി മുംബൈയിലെയും ദാദറിലെയും ഒക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ദാദർ റെയിൽവേ സ്റ്റേഷനും സമാനമായ സാഹചര്യമാണ്. ട്രാക്കുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുന്നു. ഒപ്പം തന്നെ സിയോൺ റെയിൽവേ സ്റ്റേഷനും സമാനമായ സ്ഥിതിയാണ്. ട്രാക്കുകളിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും റൺവേയിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് ഇതുവരെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ മഴയുണ്ടാവുമ്പോൾ ഈ സബർബൻ ട്രെയിനുകളൊക്കെ തന്നെ റദ്ദാക്കുന്ന അല്ലെങ്കിൽ സമയം മാറ്റുന്ന പതിവൊക്കെ ഉണ്ട്. പക്ഷേ അത്തരമൊരു അറിയിപ്പ് റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. അതായത് മുംബൈയിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. ഇതുകൂടാതെ റായ്ഗഡിലും, സമീപ ജില്ലയാണ് റായ്ഗഡ്, അവിടെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താനെയിലും പാൽഗറിലും ഓറഞ്ച് അലേർട്ടാണ്. അതായത് ഈ ശക്തമായ മഴ 2 ദിവസം കൂടി തുടരും എന്ന അറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മുംബൈയിൽ ശക്തമായ മഴയ്ക്കൊപ്പം വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മുംബൈയിൽ മണ്ണിടിച്ചിലുണ്ടായി. അങ്ങനെ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 2 പേർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ ഇനി തുടരുകയാണെങ്കിൽ സാഹചര്യം കൂടുതൽ മോശമാകാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സാഹചര്യം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഭവ്യ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.